ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് ഒരു നേഴ്സ് ബേസിക്കലി എന്താണ് ന്യൂസിലൻഡിൽ ചെയ്യുന്നത്? ന്യൂസിലൻഡിൽ 20 DHB ഹോസ്പിറ്റൽസ് ആണല്ലോ, 200+ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ GP ക്ലിനിക്കുകൾ, ആക്ഷൻ മെഡിക്കൽ ക്ലിനിക്കുകൾ. ഇത് കൂടാതെയുള്ള വലിയൊരു എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന റിട്ടയർമെൻറ്റ് വില്ലേജുകളാണ്. റിട്ടയർമെൻറ്റ് വില്ലേജുകൾ മോർ ദാൻ 700 റിട്ടയർമെൻറ്റ് വില്ലേജ്, രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് വില്ലേജുകൾ, അതിൻ്റെ ബ്രാഞ്ചസ് ന്യൂസിലൻഡിലുണ്ട്. ഈ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന രജിസ്റ്റേർഡ് നഴ്സസ് ആണ്. നഴ്സിംഗ് കൗൺസിൽ ഓതറൈസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് നഴ്സ് ആകാൻ പറ്റുള്ളൂ. വൺസ് നിങ്ങളൊരു രജിസ്റ്റേർഡ് നഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ 2 കൺട്രികളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് നഴ്സാണ് എന്താണ് വേണ്ടത്? നിങ്ങളുടെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്. എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച ആൾക്കാരായിരിക്കണം. സയൻസ് ഗ്രൂപ്പ് പഠിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ വന്നിട്ട് 6 മന്തിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ഇയറിൻ്റെ ബാച്ചിലർ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ഡിഗ്രിയുടെ പാത്വേ എന്ന് പറയുന്നത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.